ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. നമ്മൾ തിരിച്ചറിയണം, ആ നാട്ടിൽ ക്ഷാമമാണ്. പക്ഷേ ഇസഹാക്ക് അവിടെ കൃഷി ഇറക്കി 100 മേനി അവിടെ ഇസഹാക്ക് വിളവ് കൊയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഇവിടെ ഇസഹാക്ക് ക്രമേണ വലിയ സമ്പന്നനായിട്ട് മാറുകയാണ്. അബ്രഹാം സമ്പന്നനായിരുന്നോ? അതെ, ഉൽപ്പത്തി നമ്മൾ വായിക്കുന്നത് അബ്രഹാം മഹാസമ്പന്നനായിരുന്നു. ഇസഹാക്കിനെ ക്രമേണ സമ്പന്നനായി. ഫിലിസ്തീയർക്ക് അവനോട് അസൂയയായി. ഉണ്ടോ? ക്ഷാമകാലത്തും 100 മേനി വിളവ് ദൈവം കൊടുക്കുക. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാഠമാണിത്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം, അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെങ്കിൽ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും, നിന്നിലേക്കും. ഹല്ലേലൂയ. ഫിലിസ്ത്യർക്ക് ഇസഹാക്കിനോട് അസൂയ തോന്നി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും അസൂയ തോന്നുന്ന വിധം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ, സമ്പന്നനാക്കുവാൻ, നിങ്ങളുടെ മക്കളിലൂടെ തലമുറകളിലെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധം നിന്നെയും നിന്റെ കുടുംബത്തെയും സമ്പന്നതയിൽ ഉയർത്തുവാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. അമേരിക്കയിൽ ഞാൻ അനേക തവണ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും 2 തവണ ധ്യാനമുണ്ടായിരുന്നു. അമേരിക്കയിലെ ചിക്ക്-ഫിൽ-എ എന്ന് പറയുന്ന ഒരു ഫുഡിൻ്റെ അതായത് നമ്മുടെ ഈ മാക്ഡൊണാൾഡ്സ് നിങ്ങൾക്ക് കൂടെ പറയുന്നത്. മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ചിക്ക്-ഫിൽ-എ എന്നൊരു ഭക്ഷണ ശൃംഖലയുണ്ട് അമേരിക്കയിൽ. ലോകത്ത് ഇങ്ങനെ ആയി വരുന്നു. ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ പാസ്റ്റർ തുടങ്ങിയതാണ്. ചെറിയ തോതിൽ ആരംഭിച്ച ഒരു ഫുഡാണ്. ചിക്കനും മറ്റതുമൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, വിജയിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ചിക്ക്-ഫിൽ-എ എന്ന ആ ബിസിനസ് ശൃംഖല അമേരിക്കയിൽ അവധിയാണ്. സൺഡേ. അതിൻ്റെ പ്രത്യേകത എന്താ? സാബത്ത് വിശുദ്ധ ദിനമാണ്. പ്രൊട്ടസ്റ്റന്റുകാരനാണിത്. സാബത്ത് ഞായറാഴ്ച അമേരിക്കയിലെ മുഴുവൻ കടകളും, എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് കടയുണ്ടോ, ഞായറാഴ്ച അവധി. ഈ മനുഷ്യന് കിട്ടുന്ന കോടാനുകോടി രൂപ, എൻ്റെ കണക്കെന്ന് പറയത്തില്ല, അതുപോലെ ഇതങ്ങോട്ട് വളർന്നത്. അതിൽ 10% സുവിശേഷ വിലയ്ക്ക് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ചിക്ക്-ഫിൽ-എ എന്ന് പറയുന്ന ഈ മാക്ഡൊണാൾഡ്സ് പോലെ വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നില്ല. ഒരു പാവപ്പെട്ട ഒരു പാസ്റ്റർ തുടങ്ങിയതാണ് സംഭവം. ഇന്ന് അമേരിക്കയിൽ ഭയങ്കര ഫേമസ് ആണ്. ഇന്ന് അവിടെ പിള്ളേർക്ക്, കുട്ടികൾക്കൊക്കെ ചിക്ക്-ഫിൽ-എ മതി. അത്രയ്ക്കും ടേസ്റ്റാണ് സാധനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, ഞായറാഴ്ച ദിവസം ആ കട ഇല്ല. അദ്ദേഹത്തിൻ്റെ ദശാംശം മുഴുവൻ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ വലിയൊരു പരാജയമാണ്. നമ്മൾ ക്രൈസ്തവർ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പണം ഇങ്ങോട്ട് കിട്ടണം, എല്ലാം ഇങ്ങോട്ട് വരണം എന്നല്ലാതെ നമ്മളിൽ എത്ര പേരുണ്ട് 10% ദശാംശം കരുതി വെച്ച് കൊടുക്കുന്നവർ? മാസം 1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 10,000 രൂപ ദശാംശം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ അടുത്ത നാളിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമായിട്ട് പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പങ്കുവെച്ച അനുഭവമാണ്. മാസം അദ്ദേഹം 20,000 രൂപ ദശാംശം കൊടുക്കുമെന്ന് പറഞ്ഞു. ദശാംശത്തെക്കുറിച്ച് ബോധ്യമായി കഴിഞ്ഞപ്പോൾ മുതൽ മാസം 20,000 രൂപ അദ്ദേഹം ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുക. മാസം ഒരു കുറവില്ല. അടിക്കടി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും മാത്രമേ പറയാനുള്ളൂ.
ഒരു കോളേജ് അധ്യാപകൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ വളരെ അപൂർവം ആളുകളെ ഉള്ളൂ ദശാംശം കൊടുക്കും. നിങ്ങൾ ദശാംശം ഒന്ന് കൊടുത്തു നോക്കുക. 10%. ഒരു മാസം 10,000 രൂപ വരുമാനമുള്ളെങ്കിൽ 1000 രൂപ ദശാംശം മാറ്റി വെക്കണം. എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് തോമസ് ചേട്ടൻ എന്ന് പറയും, എറണാകുളത്താണ്. തോമസ് ചേട്ടൻ്റെ അവിടെ ഒരു മരിയൻ ഇൻ്റർസെഷൻ പ്രേ ഗ്രൂപ്പുണ്ട്. നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഒരു 10-20 പേര് കൂടി ഒരു എല്ലാ ആഴ്ചയിലും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ആദ്യ ഞായറാഴ്ചകളിൽ അവിടെ ഏകദിന കൺവെൻഷനുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. തോമസ് ചേട്ടന് 2 ആൺമക്കളാണ്. ഒരു കേൾക്കേണ്ട ചരിത്രമാണ്. അവിടെ എറണാകുളത്ത് 2 വർഷം മുമ്പ് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ തോമസ് ചേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചത്. തോമസ് ചേട്ടൻ്റെ മൂത്ത മോൻ കല്യാണം കഴിഞ്ഞു. 3 കുട്ടികൾ, ഒരു പെണ്ണും 2 ആണും. ഇപ്പം 4ാമത്തെ ഭാര്യ പ്രഗ്നൻ്റ് 6 മാസമായി. 2ാമത്തെ മോൻ കല്യാണം കഴിച്ചു, അവന് 3 മക്കൾ. ഞാൻ ആ വീട്ടിൽ താമസം പറയും. 5-6 പിള്ളേർ, നല്ല രസമായിരുന്നു. എല്ലാം കൂട്ടബഹളം. ഞാൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് രാത്രി വെച്ചിൽ നിന്നാലും ഒന്നും ഉറങ്ങുകയില്ല. എല്ലാം കൂടെ കുരിശ് വരച്ചിട്ട് സ്തുതിയിടാനൊക്കെ വരും. നല്ല മിടുക്കര പിള്ളേർ, ഓമനത്തുള്ള പിള്ളേർ. ഈ 2 ആൺമക്കൾ നല്ലപോലെ പ്രാർത്ഥിക്കും. തോമസ് ചേട്ടനെ പോലെ തന്നെ. മൂത്തവന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവർ എറണാകുളത്ത് ചെറിയ രീതിയിലൊരു കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. കൺസ്ട്രക്ഷൻ തുടങ്ങി പല വീടുകളൊക്കെ കിട്ടി, ഇങ്ങനെ വർക്കുകൾ നടക്കുകയാണ്. ഒരു ദിവസം തോമസ് ചേട്ടൻ പറഞ്ഞു, ബ്രദറെ നമുക്കവിടെ അവിടെ ഓഫീസിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ദിവസങ്ങളിൽ നേരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കൂനമ്മാവ് അതിൻ്റെ പിറ്റേ ആഴ്ച കൺവെൻഷൻ, അന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു. ആ കൂനമ്മാവിലെ കൺവെൻഷൻ നടക്കുമ്പോൾ തോമസ് ചേട്ടൻ ഒരു ദിവസം കൂനമ്മാവി വന്നിട്ട് അവിടെ അവരുടെ വീട്ടിൽ, അവരുടെ ഈ എറണാകുളത്തുള്ള അവിടെ സ്ഥാപനത്തിൽ ചെന്നു. ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ നില ഫുള്ള് അവരെടുത്തിരിക്കുകയാണ്. അവിടെയാണ് അവിടെ ഡ്രോയിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം. 10-20 ജോലിക്കാരുണ്ട്. ഇതുപോലെ കൺസ്ട്രക്ഷനിലെ സൈറ്റിൽ പണിയുന്ന ജോലിക്കാരും നോക്കുന്ന എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വളരുകയാണ് അവർ. ഞങ്ങൾ എഴുതി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം പരിശുദ്ധാത്മാവ് എനിക്കെന്ന സന്ദേശം ഇതാണ്: ഈ ബിൽഡിങ് തോമസിൻ്റെ മകന് അനിലിന്, ഈ ബിൽഡിങ് അനിലിന് ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞു, കർത്താവ് പറയുന്നു ഈ ബിൽഡിങ് കർത്താവ് നിനക്ക് തരുമെന്നാണ് പറയുന്നത് പറഞ്ഞു. ഉടനെ അനിൽ പറഞ്ഞു, സഹോദരരെ, ഈ ബില്ലിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം മരിച്ചു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെല്ലാം വിദേശത്താണ് ജോലി. അവർക്ക് എറണാകുളത്ത് 4 ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ എന്നോട് ആൻറ്റി പറഞ്ഞത് അനിൽ എടുത്തോ, കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം കോടികളാകും, അപ്പോൾ എടുക്കാനുള്ള പ്ലാന് ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് ആദ്യം മെസ്സേജാണ്, ഈ ബിൽഡിങ് നിനക്കുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ അനിൽ ഒരു സംഭവം പറയുകയാണ്. അനിൽ പറയുകയാണ്, ഒരു ദിവസം രാവിലെ കുർബാനയ്ക്ക് പോയിട്ട്, 2 വർഷമായിട്ടായി, രാവിലെ കുർബാന കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കുർബാന കഴിഞ്ഞ് അവിടെ ആരാധന ഇന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഇങ്ങനെ പറയുക, നീ ദശാംശം കൊടുക്ക്, നീ ദശാംശം കൊടുക്ക്. ആരും ഇങ്ങനെ പറയുക ദശാംശം കൊടുക്കാനായിട്ട്. അല്ല പറയുകയാണ്, നേരെ ഞാൻ ഓഫീസിലേക്ക് വന്നു. 10 മണിക്ക് ബാങ്ക് തുറന്നപ്പോൾ ആദ്യം ചെയ്തത് ദശാംശത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് പുതിയത് ഓപ്പൺ ചെയ്തു. അന്ന് മുതൽ പുതിയ സൈറ്റുകൾ വന്ന് മുഴുവൻ ദശാംശം മുഴുവൻ കൃത്യമായിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ ദശാംശം അക്കൗണ്ടിലിട്ടിടും. അക്കൗണ്ടിലേക്ക് ദശാംശം ഇട്ടിരിക്കും. ആ ദശാംശം സുവിശേഷ വേലയ്ക്ക്, ക്യാൻസർ രോഗികൾ, അങ്ങനെ വയ്യാത്തവർ, അങ്ങനെ രോഗികൾക്ക്, അനാഥമിത്രങ്ങൾ, എല്ലാവർക്കും ഞാൻ ഈ പൈസ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഇഷ്ടം പോലെ വർക്കുകൾ, 8-10 ബിൽഡിങ്ങുകൾ, വലിയ ബിൽഡിങ്ങുകൾ എല്ലാം അവർക്കായിട്ട് കർത്താവ് ഒരുക്കി കൊടുക്കുക. കൃത്യമായിട്ട് ദശാംശം ഒരക്കൗണ്ടിലിടുന്നു. അത് രോഗികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി കൃത്യമായിട്ട് കൊടുക്കുകയാണ്. കർത്താവ് അനുഗ്രഹിച്ചുയർത്തുക. അത്ഭുതം തീരുന്നില്ല. വീണ്ടും പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഇപ്പം ഈ സംഭവം പറഞ്ഞു, വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, അപ്പം അവർ താമസിക്കുന്നത് നല്ലൊരു വീടാണ്. കർത്താവ് പറയുന്നു, പുതിയ വീട് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇത് 2 പേരും, ചേട്ടനും അനിയനും 2 വില്ലാകൾ മേടിച്ചു. അനിലിൻ്റെ വീടിൻ്റെ വെഞ്ചരിപ്പ്, ഇന്ന് അനിലിൻ്റെ വീട് വെഞ്ചരിപ്പാണ്. 1.5 കോടി രൂപയുടെ മനോഹരമായൊരു വില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു 4-5 വീടിനപ്പുറം അനിയനും നല്ലൊരു വില്ല മേടിച്ചു. എല്ലാം ദൈവം ഒരുക്കി. ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് എന്നോട് പറഞ്ഞു, ഒരു പാർട്ടി നോക്കിയിട്ടുണ്ട്, അത് കച്ചവടം. ഇപ്പോഴത്തെ അവർ
നല്ല വീടായി സൗകര്യമായി എല്ലാം വാരിക്കോരി ദൈവം കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം തോമസ് ചേട്ടൻ മണ്ട ദേശാംശം കൊടുക്കും. ഇതേ മകൻ കമ്പനിയുടെ 10% വരുന്നതിൻ്റെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും 10% മാറ്റിവെച്ച് ദശാംശം കൊടുക്കാൻ തുടങ്ങി. സാമ്പത്തികമായിട്ട് ദൈവം അങ്ങോട്ട് ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ 100 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് മടിയാണ്. ദശാംശം ജീവിതത്തിൽ കൊടുത്തിട്ടേ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് പറ്റി മലവെള്ളം പോകുന്ന പോലെ ഇത് 4 വഴിക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇത് പോയിക്കൊണ്ടിരിക്കും. കർത്താവിന് കൊടുക്കാത്തത് ഒന്നും നിലനിൽക്കത്തില്ല. കർത്താവിന് കൊടുക്കാതെ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ തരും. കർത്താവിന് ദശാംശം കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി സമ്പാദിച്ചോ ഉറപ്പാണ് ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അത് അനുഗ്രഹിക്കപ്പെട്ട സമ്പത്താണ്. അപ്പം ദശാംശത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു കാഴ്ചപ്പാടുണ്ടാവണം. ഇനിയെങ്കിലും അവൻ ചിന്തിക്കും, ആകെ 20,000 രൂപയെ ശമ്പളമുള്ളൂ, 2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നായും? മനുഷ്യൻ ചിന്തിക്കുന്ന ഒന്നും സംഭവിക്കത്തില്ല. 2,000 നിങ്ങൾ കൊടുത്തു നോക്ക്. അപ്പോഴറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വെളിപ്പെടാൻ തുടങ്ങും. വചനം എത്രയോ അടുത്ത് പറയുന്നു ദശാംശം കൊടുക്കാനായിട്ട്. കലവറയിലേക്ക് അല്ലേ കൊണ്ടുവരിക, ദശാംശം കൊണ്ടുവരിക, കർത്താവിനെ പരീക്ഷിക്കുക. അവൻ സ്വർഗം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുക. മലാക്കി 3:8. പ്രൈസ് ദി ലോർഡ്. അവൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കണം. എല്ലാവർക്കും അനുഗ്രഹം വേണം, പക്ഷെ കൊടുക്കുന്ന കാര്യം അതുമാത്രം പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഒരു നിലപാട് മാറ്റിയിട്ട് പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, രോഗികൾക്ക്, സുവിശേഷ വിലയ്ക്ക്, പെണ്ണിനെ കെട്ടിക്കാനും വീട് വെക്കാനും ഒക്കെ പറ്റുന്ന പോലൊക്കെ ഒന്ന് കൊടുത്തു തുടങ്ങിക്ക്. ദശാംശം കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദശാംശമെങ്കിലും ഒന്ന് കൊടുത്തു പോയിക്ക്. വലിയ രീതിയിൽ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്കുണ്ടാകും. ആര് കൊടുക്കുന്നുവോ അവർക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഷിബു പറഞ്ഞ ഒരു സംഭവം, നമ്മുടെ ഷിബു പറഞ്ഞൊരു സംഭവം ഓർക്കുന്നു. ശാലോമിന് വേണ്ടി അല്ലേ 100 രൂപ വെച്ച് 23 മാസം കൊടുത്തല്ലേ, 23 മാസം. നമ്മുടെ ഷിബു ഒരിക്കൽ ശാലോമിന് വേണ്ടി 100 രൂപ ദശാംശം 100 രൂപ വെച്ച് 23 മാസം ശാലോമിന് കൊടുത്തു. ഷിബുവിൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് 2.5 ലക്ഷം 2.5 ലക്ഷം രൂപ എഴുതി തള്ളി. ഹല്ലേലൂയ. 23 മാസം കൊടുത്തപ്പോൾ എത്ര രൂപ ആയിട്ടുണ്ട്? 2,300 അല്ലേ? ദേ ഷിബുവിൻ്റെ 2.5 ലക്ഷം രൂപ ബാങ്ക് ലോൺ അടയ്ക്കാനുള്ളത് എഴുതി തള്ളി കളഞ്ഞു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതുപോലെ കർത്താവ് ചെയ്യുന്നേ. തമാശല്ല, ഇതൊരു സത്യമായത്. മനസ്സറിഞ്ഞ് നിങ്ങളുടെ സമ്പത്ത് കർത്താവിന് നിങ്ങൾ പങ്കുവയ്ക്കാൻ ഒന്ന് തുടങ്ങിക്കോ. സാമ്പത്തിക മേഖല പടിപടിയായിട്ട് ഉയർച്ച വരാൻ തുടങ്ങും. സമ്പത്ത് നഷ്ടപ്പെടത്തില്ല, രോഗങ്ങൾ വിട്ടുപോകും. വലിയ രീതിയിൽ കർത്താവ് സാമ്പത്തിക മേഖല തുറക്കും, വഴി തുറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഒരു മനസ്സ് അനുഗ്രഹത്തിന് ആവശ്യം കേട്ടോ. അനുഗ്രഹിക്കപ്പെടണം ആഗ്രഹമുണ്ട്, പക്ഷെ അനുഗ്രഹം പ്രാപിക്കണോ സമ്പത്ത് പങ്കുവയ്ക്കുക. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.